എല്ലാവർക്കും നമസ്കാരം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു ശിവൻ എന്ന് പറയുന്ന ചേട്ടൻ. മറ്റത്തൂർ പഞ്ചായത്തിലെ മാരിയമ്മൻ കോവിലിനടുത്ത് ഉള്ള താമസിക്കുന്ന മണ്ണാറപ്പറമ്പിൽ ശിവൻ എന്ന് പറയുന്ന ചേട്ടൻ. അങ്ങനെ വാസുപുരത്ത് കൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ഒമിനി വണ്ടി വന്ന് ഈ ചേട്ടൻ ഇടിക്കുന്നത്. വളരെ നന്മയുള്ള ഈ ഒമിനിയിലുള്ളവർ അദ്ദേഹത്തെ കയറ്റുകയും നേരെ കൊടകര നമ്മുടെ ചാലക്കുടിക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറച്ച് കയറ്റി, ബസ് സ്റ്റോപ്പ് എത്തണ്ട അതിക്ക് മുന്നായിട്ട് ആ ചേട്ടനെ അവിടെ സുരക്ഷിതമായിട്ട് ഇറക്കുകയും അതിനുശേഷം അവർ അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ഈ ചേട്ടൻ ഇന്നലെ മുതൽ, ഇപ്പം ഇന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ് വരെ ഈ ചേട്ടൻ ആ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് കിടന്ന് അവിടെയുള്ള ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ വിളിക്കുകയാണ് ആശുപത്രി പോകാൻ വേണ്ടി. ഒരാൾ പോലും പോയില്ല എന്നുള്ളതാണ്. എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു മനുഷ്യത്വപരമായ ഇടപെടൽ ഇതാണോ? അവസാനം അവിടെ ലോട്ടറി വിൽക്കുന്ന ഒരു ചേച്ചി എന്നെ വിളിക്കുകയും, നമ്മുടെ ഫോളോവറാണ്, ആ ചേച്ചി എന്നെ വിളിച്ച് കാര്യം പറഞ്ഞ് ഞാൻ വീഡിയോ കോളിൽ സംസാരിച്ചപ്പോഴാണ് ഈ ചേട്ടൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരൻ ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഒരാൾ പോലും ആശുപത്രിയിൽ പോകാനായിട്ട് കാലുമ വന്ന് വണ്ടി ഇടിച്ചിട്ട് ഈ കാല് അനക്കാൻ പറ്റണല്ലേ, അതിനാണ് ഈ ഓട്ടോക്കാരും ഇവരൊക്കെ വിളിച്ചത്. ഒരാൾ പോലും വന്നില്ല. അവസാനം കൊടകരയിലെ മെമ്പർമാരെത്തി. ഞാൻ എന്നിട്ട് മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് എസി മാഡത്തെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ ചാലക്കുടിയിലെ ആശുപത്രിയിലേക്ക് 108 ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം വളരെ നന്മയുള്ളവരല്ല ആ ഒമിനിക്കാർ. വന്നിടിച്ച് നേരെ എടുത്ത് സുരക്ഷിതമായിട്ട് തന്നെ കൊടകര ജംഗ്ഷനിലുള്ള ചാലക്കുടിക്ക് ബസ് ഇറങ്ങാൻ നിൽക്കുന്ന സ്റ്റോപ്പിൻ്റെ അവിടെ വളരെ സുരക്ഷിതമായിട്ട് ഈ മനുഷ്യനെ ഇറക്കിയിട്ട് അവരവരെ വഴിക്ക് പാടുപോയി. ഇത് ഇവരുടെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സംഭവിക്കാൻ, അങ്ങനെ എവിടെയെങ്കിലും അപകടം പറ്റിയിട്ട് ഏതെങ്കിലും റോഡിൻ്റെ സൈഡിൽ അവിടെ ഇട്ടുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ആ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ആളെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കാമല്ലോ. ഇനി എങ്ങനെയാണ് ഇടിച്ചത്, എന്താണ് സംഭവം എന്നുള്ളത് അത് വേറൊരു ചോദ്യമാണത്. എന്തായിരുന്നാലും മനുഷ്യത്വം മരവിപ്പിക്കാത്ത നല്ല നാൽക്കവലകൾ ഉണ്ടാകട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആ ലോട്ടറി വിൽക്കുന്ന ചേച്ചി വിളിച്ച് പറഞ്ഞ് അതിന് ശേഷമാണ് നമ്മൾ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നമുക്ക് ബന്ധപ്പെടാനും ഇപ്പോൾ ആ ചേട്ടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. വണ്ടി നമ്മുടെ കുറ്റം കൊണ്ടോ അല്ലാതെയൊക്കെ ഇടിച്ചാലും ആ പെട്ട് കിടക്കുന്ന മനുഷ്യന് ജീവൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് രക്ഷപ്പെടുത്താനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം, മാനുഷികപരമായിട്ടുള്ള ഉത്തരവാദിത്തം, മനുഷ്യത്വം എന്നൊക്കെയാണ് അതിന് 3 അക്ഷരത്തിൽ പറയുക. അത് മരിച്ചു പോകരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായിരുന്നാലും ശിവൻ ചേട്ടൻ സൂപ്പർട്ട്.